+2 കഴിഞ്ഞ ഒരു കുട്ടി എന്നെ സമീപിക്കുകയാണ്. ആ കുട്ടിക്ക് ഓസ്ട്രേലിയയിൽ പഠിക്കാനായിട്ട് പോകണം. എന്തൊക്കെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ അടുത്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ആ കുട്ടിക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റും. ഒന്നാമതായിട്ട് നന്നായിട്ട് ആ കുട്ടീനെ അഡ്വൈസ് ചെയ്യാൻ പറ്റും. എന്താണ് ആ കുട്ടിയുടെ ഫ്യൂച്ചർ ആഗ്രഹം. കാരണം ഓരോ ആൾക്കാർക്കും വ്യത്യസ്ത തരത്തിലുള്ള ആഗ്രഹങ്ങളായിരിക്കും അവരുടെ ഫ്യൂച്ചറിലേക്ക് ഉണ്ടാവുക. അപ്പോൾ ആ കുട്ടിയുടെ ഫ്യൂച്ചറിലുള്ള ആഗ്രഹം അനുസരിച്ചും അതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ സെറ്റിൽ ചെയ്യാനായിട്ടുള്ള ആഗ്രഹവും കൂടി ഉണ്ടെങ്കിൽ ഇതിനെ രണ്ടും കൂടെ മെർജ് ചെയ്തുകൊണ്ടുള്ള ഒരു നല്ല കോഴ്സ് തിരഞ്ഞെടുത്ത് ആ കുട്ടിക്ക് കൊടുക്കാൻ പറ്റും. അത് മിക്കവാറും അതെനിക്ക് പറ്റുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ ഞാൻ കോഴ്സുകൾ കണ്ടുകൊണ്ടും അവിടെ ജീവിച്ചുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇതിനെ രണ്ടും കൂടെ കുട്ടിയുടെ ആഗ്രഹവും അതുപോലെ തന്നെ അവിടെ സ്ഥിരമായിട്ട് സെറ്റിലാവാനുള്ള സാധ്യതയുള്ള കോഴ്സും കൂടെ ചേർന്ന് നല്ലൊരു കോഴ്സിനെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കമ്മ്യൂണിറ്റിയിലേക്ക് ആ കുട്ടീനെ കൊണ്ട് എത്തിക്കാൻ പറ്റും. അവിടെ മിക്കവാറും ഉള്ള കുട്ടികൾ ഇവിടുന്ന് പഠിക്കാനായിട്ടൊക്കെ പോകുമ്പോൾ അവർ ഒറ്റപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഞാൻ വഴി പോകുന്ന എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന പോകുന്ന കുട്ടികളെ വളരെ കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയിൽ, അതിപ്പം മെൽബണിലായാലും ബ്രിസ്ബനിലായാലും സിഡ്നിയിലായാലും പെർത്തിലായാലും അഡലേഡിലായാലും എവിടെയായാലും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ സ്ഥലത്തും നമുക്ക് കണക്ഷനുണ്ട്, കമ്മ്യൂണിറ്റി കണക്ഷൻസ് ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയിലേക്ക് ഈ കുട്ടികളെയും കൂടെ ചേർത്ത് അവർക്ക് അവിടെ വേണ്ട കാര്യങ്ങളൊക്കെ അതിന് വേണ്ട ഹെൽപ്പുകളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാൻ എന്നെക്കൊണ്ട് സാധിക്കും.